വാം വെൽക്കം എവരി വൺ. നമ്മൾ ഇന്നത്തെ വീഡിയോ ട്യൂട്ടോറിയലിൽ കവർ ചെയ്യുന്നത് മാക്സ്വെൽസ് ഇക്വേഷൻ ആണ്. അത് മാക്സ്വെൽസ് ഇക്വേഷൻ്റെ ഇൻ്റഗ്രൽ ആൻഡ് ഡിഫറൻഷ്യൽ ഫോം കവർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡെറിവേഷൻ പാർട്ടുകളെല്ലാം മുമ്പിലുള്ള ട്യൂട്ടോറിയൽസിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോയിട്ടുള്ളതാണ്. മാക്സ്വെൽസ് ഇക്വേഷൻസ് ഇൻ ഡിഫറൻഷ്യൽ ആൻഡ് ഇൻ്റഗ്രൽ ഫോമാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നു. ഫസ്റ്റ് എക്സ്പ്രഷനിലേക്ക് പോകാം. ഫാരഡേസ് ലോ ആണ് ഇവിടെ ഞാൻ ചെക്ക് ചെയ്യുന്നത്. ഫാരഡേസ് ലോ ആണ് ഫസ്റ്റായിട്ട് ഞാൻ നോക്കുന്നത്. ഫാരഡേസ് ലോ സ്റ്റേറ്റ് ചെയ്ത് പോകുന്നത് ഡെൽ ക്രോസ് സി, റൈറ്റ്. ആ എക്സ്പ്രഷൻ വഴി തന്നെ നമുക്കിത് ചെക്ക് ചെയ്യാം. ഡെൽ ക്രോസ് സി ഈക്വൽ ടു മൈനസ് ഓഫ് ഡോ ബി ബൈ ഡോ ടി, റൈറ്റ്. ഇതിൻ്റെ കറസ്പോണ്ടിങ് ഇൻ്റഗ്രൽ ഫോം എന്ന് പറയുന്നത് കേളിനെ സ്റ്റോക്സ് തിയറത്തിൻ്റെ ഹെൽപ്പോടുകൂടി ഇൻ്റഗ്രേഷനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രലാണ്. സോ ലൈൻ ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ഈക്വൽ ടു മൈനസ് ഓഫ് സർഫസ് ഇൻ്റഗ്രലായിട്ട് മാറും ഡോ ബൈ ഡോ ടി ഓഫ് ബി ഡോട്ട് ഡി എസ്. ഇനി എന്താ ഇത് മീൻ ചെയ്യുന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഞാനൊരു ടൈമിനൊത്ത് വേരി ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എടുത്തു, റൈറ്റ്. ഇത് ടൈം വേരിയിങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡാണ്. കാരണം ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്യാണ് മാഗ്നറ്റിക് ഫീൽഡിനെ. സോ ടൈം വേരിയിങ് ആയിട്ടുള്ളൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ്ങിലി ഒരു റൊട്ടേഷൻ വരുന്ന രീതിയിലുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, റൈറ്റ്. സോ അത് മാർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു പ്ലെയിൻ ഇതുപോലെ എടുത്തു. ഇവിടെ ഞാൻ ഒരു മാഗ്നറ്റ് മൂവ് ചെയ്യിക്കുകയാണ്, റൈറ്റ്. അത് അപ്വേഡ് ആൻഡ് ഡൗൺവേഡ് ആയിട്ട് ഞാൻ മൂവ് ചെയ്യിക്കുകയാണ്, ഈ രീതിയിൽ മൂവ് ചെയ്യിക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഫലമായിട്ട് നമുക്കറിയാവുന്നതാണ് ഇതിന് ചുറ്റും ഈ രീതിയിൽ ഇലക്ട്രിക് ഫീൽഡ്സ് ക്രിയേറ്റഡ് ആവും, റൈറ്റ്. അപ്പം ഇങ്ങനൊരു മോഷൻ കാരണം ഇവിടെ ഒരു റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റഡ് ആവും, റൈറ്റ്. ഈ ഡയറക്ഷനിൽ ഇത് വന്നു പോകുന്നുണ്ടോ, നമ്മുടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ നോട്ട് ചെയ്യുന്ന രീതിയിൽ, റൈറ്റ്. നെക്സ്റ്റ് സെക്കൻഡ് എക്സ്പ്രഷനിലേക്ക് പോകാം. സെക്കൻഡ് എക്സ്പ്രഷൻ ഡെൽ ക്രോസ് എച്ച് ഈക്വൽ ടു ജെ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി. ഇത് നമുക്കറിയാം ആംബിയസ് ലോ മോഡിഫൈ ചെയ്തതാണ്. ആംബിയസ് സർക്യൂട്ടൽ ലോയാണ്. ആംബിയസ് സർക്യൂട്ടൽ ലോയിൽ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിരുന്നുള്ളൂ. അപ്പം അത് ടൈം വേരിയിങ് ആയിട്ടുള്ള ഫീൽഡും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ വന്നിരിക്കുന്നതാണ് ആംബിയസ് സർക്യൂട്ടൽ ലോയിനെ മോഡിഫൈ ചെയ്ത് ഡെൽ ക്രോസ് എച്ച് ഈക്വൽ ടു ജെ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി ആയിട്ട് വന്നിരിക്കുന്നത്. ആംബിയസ് സർക്യൂട്ടൽ ലോയിൽ ഡെൽ ക്രോസ് എച്ച് ഈക്വൽ ടു ജെ കണ്ടക്ഷൻ കറണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതിന് പുറമെ അഡീഷണലി ഒരു ടേമും കൂടെ ആഡ് ചെയ്തു, അതായിരുന്നു ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് മുമ്പത്തുള്ള ട്യൂട്ടോറിയൽസിൽ നമ്മൾ ചെക്ക് ചെയ്താണ്. ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഉണ്ടാകുന്നത് ഒരു ഡൈഇലക്ട്രിക് മീഡിയത്തിൻ്റെ പ്രോപ്പർട്ടി കാരണം ഉണ്ടാവുന്ന കണ്ടു. കണ്ടക്ഷൻ കറണ്ട് ആണെങ്കിൽ ചാർജ് കരിയേഴ്സിൻ്റെ മോഷൻ കാരണമാണ് ഉണ്ടാവുന്നതെന്ന് കണ്ടു. സോ ഈ ഒരു കമ്പോണൻറ്റ് കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ അത് കറസ്പോണ്ട് ചെയ്യുന്നത് ഒരു ഗുഡ് കണ്ടക്ടറിനെയാണ്. സിമിലർലി ഈ സെക്കൻഡ് പാർട്ടാണ് കൂടുതലായിട്ടുണ്ടെങ്കിൽ അതൊരു ഡൈഇലക്ട്രിക്കിനെ ആയിരിക്കും കറസ്പോണ്ട് ചെയ്യുന്നതെന്നും കണ്ടു. ഇനി ഇത് സ്റ്റോക്സ് തിയറം അപ്ലൈ ചെയ്യാം. ലാസ്റ്റ് ചെയ്തിരിക്കുന്ന കണക്ക്. സോ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് എച്ച് ഡോട്ട് ഡി എൽ പ്രത്യേകം ഓർക്കുക, ഇത് ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രലാണ്. ആ കാര്യം പ്രത്യേകം എഴുതുമ്പം ശ്രദ്ധിക്കണം. സോ ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ എച്ച് ഡോട്ട് ഡി എൽ ഈക്വൽ ടു ജെയിനെ കണ്ടക്ഷൻ കറണ്ടിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ഐ ആയിട്ട് വന്നു, കറണ്ടായിട്ട് വന്നു. സോ ഇൻ്റഗ്രൽ എസ് ഡോ ഡി ബൈ ഡോ ടി ഡോട്ട് ഡി എസ്, റൈറ്റ്. ഇത് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ആകുമ്പം ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ഏരിയനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അത് കറണ്ടായിട്ട് മാറി. കാരണം ഇത് കറണ്ട് ഡെൻസിറ്റിയാണ് തരുന്നത്. കണ്ടക്ഷൻ കറണ്ട് ഡെൻസിറ്റിയാണ്, കറണ്ട് പെർ യൂണിറ്റ് ഏരിയ ആണ്. ടോട്ടൽ കംപ്ലീറ്റ് ഏരിയ എടുക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഇൻ്റഗ്രേഷനിൽ കംപ്ലീറ്റ് ഏരിയ ആണ് എടുത്തു പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അത് കറണ്ടിനെ റിലേറ്റ് ചെയ്ത് മാറി. ഇത് ആംബിയസ് സർക്യൂട്ടൽ ലോ ആയിട്ട് മാർക്ക് ചെയ്തു. നെക്സ്റ്റ് തേർഡ് വൺ ആണ് ഗോസസ് ലോ ആണത്. ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു റോ വി, റൈറ്റ്. ഗോസസ് ലോ ആണ്. സോ ഈ ഗോസസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് ഒരു ക്ലോസ്ഡ് വോളിയം ഉണ്ടെങ്കിൽ, റൈറ്റ്, ഒരു വോളിയം ഉണ്ട്, അതിനകത്ത് ഒരു ചാർജ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എമിറ്റ് ചെയ്ത് പോകുന്ന ഡെൻസിറ്റി, ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി എന്ന് പറയുന്നത് അവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന വോളിയം ചാർജ് ഡെൻസിറ്റിക്ക് ഈക്വലൻ്റ് ആയിരിക്കും, റൈറ്റ്. സോ ഇനി ഇത് കറസ്പോണ്ടിങ് ഇൻ്റഗ്രേഷൻ്റെ ഫോമിൽ നമുക്കിത് മാർക്ക് ചെയ്യാം. ഡൈവർജൻസ് ആണ്. സോ ഡൈവർജൻസ് തിയറം നമ്മൾ അപ്ലൈ ചെയ്യുമ്പം സർഫസിൻ്റെ ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ ഡി ഡോട്ട് ഡി എസ് ഈക്വൽ ടു വോളിയം ഇൻ്റഗ്രലിലേക്ക് മാറുകയാണ്. സോ എസ് റോ വി ഡി വി, റൈറ്റ്. സോ ഇത് ഗോസസ് ലോയിനെ കറസ്പോണ്ട് ചെയ്യുന്നതായിരുന്നു. നെക്സ്റ്റ് ഫോർത്ത് വൺ ആണ്. ഐസൊലേറ്റഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് കാണത്തില്ല എന്നുള്ള കാര്യം മെൻഷൻ ചെയ്യുന്നതാണ്. ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0. അഗെയിൻ സർഫസ് ഇൻ്റഗ്രൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. സോ ബി ഡോട്ട് ഡി എസ് ഈക്വൽ ടു 0. അത് നോ ഐസൊലേറ്റഡ് മാഗ്നറ്റിക് ചാർജസിനെ കറസ്പോണ്ട് ചെയ്യുന്നതാണ്.
ഇത് മീൻ ചെയ്യുന്നു പറയുന്നത് നമ്മൾ ഒരു മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞു. ഞാൻ ഒരു നോർത്ത് പോൾ സൗത്ത് പോൾ ഉള്ളൊരു മാഗ്നറ്റ് എടുത്തു. അപ്പം നോർത്ത് പോളിൽ നിന്ന് തുടങ്ങുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ് കംപ്ലീറ്റ്ലി സൗത്ത് പോളിൽ എൻ്റർ ആകുന്നുണ്ട്, റൈറ്റ്. അല്ലാണ്ട് ഒന്നും അതിന് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്നില്ല. സോ ഇതിൻ്റെ ഡൈവർജൻസ് എടുക്കുമ്പം നെറ്റ് ഫ്ലക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാര്യം ഇൻവേർഡായിട്ടും ഔട്ട്വേർഡായിട്ടും പോകുന്നുണ്ട്. അപ്പം അത് മീൻ ചെയ്യുന്നത് ഐസൊലേറ്റഡ് മാഗ്നറ്റിക് ചാർജസ് ഒന്നും തന്നെ കാണത്തില്ല. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0 എന്നുള്ളതാണ്. ഇനി പ്രത്യേകം ഓർക്കേണ്ടത്, ഇതിൽ മാക്സ്വെൽസ് ഇക്വേഷൻ ആക്ച്വലി മാക്സ്വെൽ ഇതിനകത്ത് ഒന്നും തന്നെയും ഇൻവെൻറ്റ് ചെയ്തിട്ടില്ല. ചെറിയൊരു മോഡിഫിക്കേഷൻ ഈ ആംബിയസ് സർക്യൂട്ടർ ലോയിൽ മേക്ക് ചെയ്തു എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ബാലൻസ് ഈ 4 ഇക്വേഷൻസിനെ പ്രോപ്പർലി അറേഞ്ച് ചെയ്തു. അതിൻ്റെ സിഗ്നിഫിക്കൻസ് എക്സ്പ്ലെയിൻ ചെയ്ത് പോയതായിരുന്നു മാക്സ്വെൽസ് ഇക്വേഷൻ ഇത്രയും പോപ്പുലറൈസ് ചെയ്തിരിക്കുന്നത്, റൈറ്റ്. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 എക്സ്പ്രഷൻസ് ആണ്. അത് നമുക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു മൈനസ് ഓഫ് ഡോ ബി ബൈ ഡോ ടി. സിമിലർലി ഡെൽ ക്രോസ് എച്ച് ഈക്വൽ ടു ജെ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി. ഇത് കണ്ടക്ഷൻ കറണ്ടും സിമിലർലി ഇത് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടുമാണ്. നെക്സ്റ്റ് ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു റോ വി ആൻഡ് ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0. നെക്സ്റ്റ് ഇത് റിലേറ്റ് ചെയ്യുന്ന സിമ്പിളായിട്ടുള്ള പ്രോബ്ലത്തിലേക്ക് പോകാം. പ്രോബ്ലംസ് വഴി കൺസെപ്റ്റ് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സോ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇൻ ഫ്രീ സ്പേസ് ഇ ഈക്വൽ ടു ഇ നോട്ട് കോസ് ഒമേഗ ടി മൈനസ് ബീറ്റ ഇസഡ് എ എക്സ്, എച്ച് ഈക്വൽ ടു ഇ നോട്ട് ബൈ ഈറ്റ കോസ് ഒമേഗ ടി മൈനസ് ബീറ്റ ഇസഡ് എ വൈ. ഫൈൻഡ് ഈറ്റ ഇൻ ടേംസ് ഓഫ് mu naught, omega and epsilon naught so that the fields satisfy all of Maxwell's equation. റൈറ്റ്. ഇതിൽ ഈറ്റ എന്ന് പറയുന്നത് ഇൻട്രൻസിക് ഇമ്പിഡൻസ് ആണ്. അത് ഞാൻ മുമ്പിൽ കവർ ചെയ്തിട്ടില്ല. ബട്ട് അത് ഇതിനെ സംബന്ധിച്ച് അധികം മാറ്റർ ചെയ്യുന്നൊരു കാര്യമല്ല. ഈറ്റയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ മാത്രമേ പറയുന്നുള്ളൂ. ഈറ്റ എന്ന് പറയുന്നത് ഇതിലെ ഇയും എച്ചും ഈ 2 ടേംസും തമ്മിൽ ഡിവൈഡ് ചെയ്യുക. അപ്പം ഇ ബൈ എച്ച് ഈക്വൽ ടു ഇ നോട്ട് കോസൊമേഗ ടി മൈനസ് ബീറ്റ എസിൻ്റെ രണ്ടിലും ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇ ബൈ എച്ച് ഈക്വൽ ടു ഈറ്റ എന്ന് കിട്ടും, അല്ലെങ്കിൽ ഇ ഈക്വൽ ടു എച്ച് ഈറ്റ എന്ന് കിട്ടും, റൈറ്റ്. സോ ഇതിൽ നമുക്ക് മാക്സ്വെൽസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. മാക്സ്വെൽസ് ഇക്വേഷൻ എല്ലാം വാലിഡ് ആണെന്ന് ഈ ക്വസ്റ്റിന് പറയുന്നുണ്ട്. സോ ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു മൈനസ് ഓഫ് ഡോ ബി ബൈ ഡോ ടി ആണ് നമുക്കറിയാം. സോ നമുക്ക് ഡെൽ ക്രോസ് ഇ ഫസ്റ്റ് ഓഫ് ഓൾ ഇവാലുവേറ്റ് ചെയ്യാം. ഡെൽ ക്രോസ് ഇ ഇവാലുവേറ്റ് ചെയ്യുന്നത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ആണ്. എ എക്സ് എ വൈ ഫോമിലാണ് തന്നിരിക്കുന്നത്. സോ എ എക്സ് എ വൈ എ ഇസഡ് ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസഡ്, റൈറ്റ്. നെക്സ്റ്റ് എക്സ് കമ്പോണൻസ് ഇ നോട്ട് കോസ് ഒമേഗ ടി മൈനസ് ബീറ്റ ഇസഡ്. വൈ കമ്പോണൻറ്റും ഇസഡ് കമ്പോണൻറ്റും തന്നിട്ടില്ല. സോ അതുകൊണ്ട് ഇത് 0 ആയി. നെക്സ്റ്റ് ഡിഫറൻസിയേഷൻ ചെയ്യാം. എ എക്സ് ഈക്വൽ ടു ഫസ്റ്റ് ഇത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ 0 ആയി. നെക്സ്റ്റ് ഈ ടേം ഉണ്ട്, ദാറ്റ് ഈസ് എ വൈ ഇൻറ്റു ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ഇ നോട്ട് കോസ് ഒമേഗ ടി മൈനസ് ബീറ്റ ഇസഡ്, റൈറ്റ്. സിമിലർലി മൈനസ് അടുത്തതെന്ന് പറയുന്നത് ഈ ടേം, ദാറ്റ് ഈസ് എ ഇസഡ് ഡോ ബൈ ഡോ വൈ ഇ നോട്ട് കോസ് ഒമേഗ ടി മൈനസ് ബീറ്റ ഇസഡ്, റൈറ്റ്. ഇനി ഇത് ഡിഫറൻസിയേഷൻ ചെയ്യാം. എ വൈ പാർഷ്യൽ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ഇസഡ് ആണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ഇ നോട്ട് കോസ് ഒമേഗ ടി മൈനസ് ബീറ്റ ഇസഡ്, റൈറ്റ്. മൈനസ് സം ടേം ഉണ്ട്. അപ്പം നമുക്കിത് ഡെൽ ക്രോസ് ഇ ആണ് ഒപ്റ്റെയിൻ ചെയ്ത. ബട്ട് മാക്സ്വെൽസ് ഇക്വേഷൻ വെച്ചിട്ട് ദാറ്റ് ടേം, ദാറ്റ് ഈസ് ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു മൈനസ് ഓഫ് ഡോ ബി ബൈ ഡോ ടി ആണ്. അതായത് ബിയും എച്ചും റിലേറ്റ് ചെയ്യുന്ന എക്സ്പ്രഷൻ നമുക്കറിയാം. ബി ഈക്വൽ ടു മ്യൂ എച്ച് ആണെന്നറിയാം, റൈറ്റ്. മ്യൂ എച്ച് ആണെന്നറിയാം. അപ്പം ഇതിൽ നിന്ന് നമുക്ക് ബി എന്താണെന്നുള്ളത് ഒപ്റ്റെയിൻ ചെയ്യാം, റൈറ്റ്. ദാറ്റ് ഈസ് ബി ഈക്വൽ ടു മ്യൂ ബൈ ഈറ്റ ഇ നോട്ട് കോസ് ഒമേഗ ടി മൈനസ് ബീറ്റ ഇസഡ് എ ബൈ, റൈറ്റ്. അപ്പം ബി നമുക്കിപ്പോൾ ഒപ്റ്റെയിൻ ചെയ്തു. ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുള്ളതായിരുന്നു. അപ്പം അത് ഡെൽ ക്രോസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഡോ ബി ബൈ ഡോ ടി ആണെന്ന് പറഞ്ഞു. അപ്പം ഇവിടെ നമുക്ക് ബിയുടെ കമ്പോണൻറ്റ് എ വൈ കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ, റൈറ്റ്. അപ്പം കേൾ എടുത്തപ്പോൾ നമുക്ക് എ വൈ കമ്പോണൻറ്റും എ ഇസഡ് കമ്പോണൻറ്റും ഉണ്ടായിരുന്നു. എ ഇസഡ് കമ്പോണൻറ്റ് ഇവിടെ ഇല്ല, കാരണം ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ എ വൈ കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഡോ ബൈ ഡോ ടി ഓഫ് ബി. ബി ആണ് ഇപ്പോൾ നമുക്ക് ഒപ്റ്റെയിൻ ചെയ്ത മ്യൂ ഇ നോട്ട് ബൈ ഈറ്റ കോസ് ഒമേഗ ടി മൈനസ് ബീറ്റ ഇസഡ് എ വൈ, റൈറ്റ്.
സോ ഇനി ഇത് ഡിഫറൻസിയേഷൻ ചെയ്യാം. ആദ്യം ഡോ ബൈ ഡോ ഇസഡ് വി നോട്ട് കോസ് ഒമേഗ ടി മൈനസ് ബീറ്റ ഇസഡ് ചെയ്യാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ബീറ്റ ഇ നോട്ട് സൈൻ ഒമേഗ ടി മൈനസ് ബീറ്റ ഇസഡ്. കോസൈൻ്റെത് മൈനസ് സൈൻ ആണ്, അതിനോടൊപ്പം മൈനസ് ബീറ്റ ഇസഡിൻ്റെത് മൈനസ് ബീറ്റ വന്നു. സോ ഇൻ എഫക്റ്റ് ബീറ്റ ഇ നോട്ട് സൈൻ ഒമേഗ ടി മൈനസ് ബീറ്റ ഇസഡ് ഈക്വൽ ടു മൈനസ് ഓഫ് പാർഷ്യൽ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ടി ആണ് ചെയ്യുന്നത്. മ്യൂ ഇ നോട്ട് ബൈ ഈറ്റ കോൺസ്റ്റൻ്റ് ആണ്. നെക്സ്റ്റ് കൊസൈൻ്റെത് സൈൻ ആണ്. സോ ഇവിടെ ഒരു മൈനസ് സൈൻ വന്നു. സോ പ്ലസ് ആയി സൈൻ. ഇനി ഒമേഗ മൾട്ടിപ്ലൈഡ് ആവും, കോൺസ്റ്റൻ്റ് ആണ്. സോ ഒമേഗ സൈൻ ഒമേഗ ടി മൈനസ് ബീറ്റ ഇസഡ്. റൈറ്റ്. അപ്പം ഇനി ഇത് രണ്ടും കമ്പയർ ചെയ്യാം. എ വൈ കമ്പോണൻസ് ആണ്, രണ്ടും കമ്പയർ ചെയ്യാം. സൈൻ ഒമേഗ ടി മൈനസ് ബീറ്റ ഇസഡ് ആണ് രണ്ടിടത്തും ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇത് കറസ്പോണ്ടിംഗ്ലി ബീറ്റ ഈക്വൽ ടു ഒമേഗ മ്യൂ ബൈ ഈറ്റ. റൈറ്റ്. ഇവിടെ ഈറ്റ ഇൻ ടേംസ് ഓഫ് മ്യൂ നോട്ട് ഒമേഗ ആൻഡ് ബീറ്റ ആണ് ചോദിക്കുന്നത്. സോ ഈറ്റ ഈക്വൽ ടു ഒമേഗ മ്യൂ ബൈ ബീറ്റ ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. ഇനി ഇതിലൊരു കാര്യം കൂടെ ഓർത്തിരിക്കുക, ഇത് ഫ്രീ സ്പേസ് എന്ന ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് മ്യൂ നോട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സിമിലർലി ബീറ്റ ഈക്വൽ ടു ഒമേഗ ബൈ സിയും കൂടെയാണ്. സോ നമുക്ക് അതും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കാരണം ക്വസ്റ്റ്യനിൽ ഈറ്റ ഇൻ ടേംസ് ഓഫ് മ്യൂ നോട്ട് ഒമേഗ ആൻഡ് എപ്സിലോൺ നോട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സോ ഈ എക്സ്പ്രഷൻ ഈറ്റ ഈക്വൽ ടു ഒമേഗ മ്യൂ നോട്ട് ഒമേഗ സി. സോ ഒമേഗയും ക്യാൻസലായി നമുക്ക് മ്യൂ നോട്ട് സി ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തു. എഗെയിൻ സി വെലോസിറ്റി ഓഫ് ലൈറ്റ് ഈക്വൽ ടു 1/√ ഓഫ് മ്യൂ നോട്ട് എപ്സിലോൺ നോട്ട് ആണ്. സോ അതും കൂടെ നമുക്ക് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഈറ്റ ഈക്വൽ ടു മ്യൂ നോട്ട് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് മ്യൂ നോട്ട് എപ്സിലോൺ നോട്ട്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ നോട്ട് ഡിവൈഡഡ് ബൈ റൂട്ട് ടു മ്യൂ നോട്ട്. സോ റൂട്ട് ടു മ്യൂ നോട്ട് ബൈ എപ്സിലോൺ നോട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തു. സോ ഈറ്റ ഈക്വൽ ടു റൂട്ട് ഓഫ് മ്യൂ നോട്ട് ബൈ എപ്സിലോൺ നോട്ട് ആയിട്ട് ഫൈനൽ ആൻസർ ഒബ്റ്റെയിൻ ചെയ്തു. So next question, if E equal to 200 e raised to 4x minus kt ay volt per meter in free space, find k and h knowing that all fields vary with the time as e raised to minus kt. So ഇതിൽ തന്നിരിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് ആണ്. E equal to 200 e raised to 4x മൈനസ് കെ ടി എ വൈ ആയിട്ടാണ് തന്നിരിക്കുന്നത്, വോൾട്ട് മീറ്റർ ഇൻവേഴ്സ്. നമുക്ക് മാക്സ്വെൽസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. മാക്സ്വെൽസ് ഇക്വേഷൻ വെച്ച് ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു മൈനസ് ഓഫ് ഡോ ബി ബൈ ഡോ ടി ആണ്. സോ ഡെൽ ക്രോസ് ഇ നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു എ എക്സ് എ വൈ എ ഇസഡ് ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ ഇസഡ്. നെക്സ്റ്റ് കമ്പോണൻസ് എൻ്റർ ചെയ്യാം. എക്സ് കമ്പോണൻ്റ് ഇല്ല. വൈ കമ്പോണൻ്റ് എന്ന് പറയുന്നത് 200 ഇ റേസ് ടു 4x മൈനസ് കെ ടി. ഇസഡ് കമ്പോണൻറ്റും ഇല്ല. സോ അതും 0. സോ സിംപ്ലിഫൈ ചെയ്യും. ഫസ്റ്റ് ഈ ടേം ഇല്ല, സെക്കൻഡ് ഈ ടേം ഇല്ല, ബട്ട് തേർഡ് ഈ ടേം ഉണ്ട്. അതായത് എ ഇസഡിൻ്റെ ടേം ഉണ്ട്. സോ എ ഇസഡ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് 200 ഇ റേസ് ടു 4x മൈനസ് കെ ടി. റൈറ്റ്. നെക്സ്റ്റ് ടേം നമുക്ക് ചെക്ക് ചെയ്യാം. എഗെയിൻ ഒരു എ എക്സ് ടേം കൂടെ ഉണ്ട്. സോ മൈനസ് എ എക്സ് ഇൻറ്റു ഡോ ബൈ ഡോ ഇസഡ് ഓഫ് 200 ഇ റേസ് ടു 4x മൈനസ് കെ ടി. റൈറ്റ്. നെക്സ്റ്റ് ഇത് ഡിഫറൻസിയേഷൻ ചെയ്യാം. ദാറ്റ് ഈസ് എ ഇസഡ് പാർഷ്യൽ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ചെയ്യുന്നത്. 200 ഇൻറ്റു 4 റൈറ്റ് ഇ റേസ് ടു 4x മൈനസ് കെ ടി. റൈറ്റ്. നെക്സ്റ്റ് എ എക്സിൻ്റെ കമ്പോണൻ്റ് ആണ്. അത് ഈക്വൽ ടു, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഡെൽ ക്രോസ് ഇ ആണ്. ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു മൈനസ് ഓഫ് ഡോ ബി ബൈ ഡോ ടി ആണ്. റൈറ്റ്. ഇനി ഒരു കാര്യം നോക്കുക. ഇലക്ട്രിക് ഫീൽഡ് കമ്പോണൻ്റ് ഉള്ളത് എ വൈ യൂണിറ്റ് വെക്ടറിൻ്റെ ഡയറക്ഷനിലാണ്. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് കമ്പോണൻ്റ് വരുന്നത്
ഇത് കഴിഞ്ഞിട്ട് വരുന്ന ഇസഡ് കമ്പോണൻറ്റിലായിരിക്കും. സോ ഇവിടെ ബി കമ്പോണൻറ്റ്, അതായത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കമ്പോണൻറ്റ് ഇസഡിൽ മാത്രമായിരിക്കും വരുന്നത്. അപ്പം ഇതിനകത്ത് എക്സ് കമ്പോണൻറ്റ് മാഗ്നറ്റിക് ഫീൽഡിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടേം ഇൻ എഫക്റ്റ് നമ്മൾ കമ്പയർ ചെയ്യുമ്പം 0 ആയിട്ട് മാറും. റൈറ്റ്, ഈ ഒരു ടേം 0 ആയിട്ട് മാറും. ഇനി നമുക്കിത് തമ്മിൽ കമ്പയർ ചെയ്യാൻ കഴിയും. നമുക്കറിയാം ബി ഈക്വൽ ടു മ്യൂ എച്ച് ആണ്. ബി ഈക്വൽ ടു മ്യൂ എച്ച്. സോ നമുക്ക് ഡെൽ ക്രോസ് ഇ എഴുതാം. ഡെൽ ക്രോസ് ഇ ഈക്വൽ ടു 200 into 4 is 800. 800 e raised to 4x minus kt az equal to minus of dou by dou t of b ക്ക് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് മ്യൂ എച്ച്. എഗെയിൻ ഫ്രീ സ്പേസ് എന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മ്യൂ നോട്ട് മാത്രമേ ഉള്ളൂ. മ്യൂ നോട്ട് എച്ച് എ ഇസഡ്. റൈറ്റ്, ഇനി നമുക്കിത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം രണ്ട് സൈഡിലും. ദാറ്റ് ഈസ് 800 e raised to integration with respect to t ആണ് ചെയ്യുന്നത്. സോ e raised to 4x minus kt divided by minus k, right, minus k az equal to minus of mu naught h az. സോ az കമ്പോണൻസ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് h ഈക്വൽ ടു മൈനസ് മ്യൂ നോട്ട് ഇങ്ങോട്ട് മാറുന്നതോടുകൂടി 800 e raised to 4x minus kt divided by mu naught k, right. സോ ഇതും വെക്ടർ ആയിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഇയും എച്ചും കിട്ടിയിട്ടുണ്ട്. ഫ്രീ സ്പേസ് എന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് കേസിൽ ഞാൻ പറഞ്ഞു നമ്മൾ ഈറ്റ എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ ബൈ എച്ച് ആണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്സ്. ഇൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡിവൈഡഡ് ബൈ എച്ചിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. അത് ഫ്രീ സ്പേസ് ആകുമ്പം 120 പൈ ആണ്, അല്ലെങ്കിൽ 377 ഓം ആണ്. റൈറ്റ്, ഇതൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എക്സ്പ്രഷനാണ്. ഇത് ഞാൻ ഇവിടെ യൂസ് ചെയ്യുകയാണ്. അപ്പം മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ നമ്മൾ ചെക്ക് ചെയ്യുമ്പം 200. റൈറ്റ്, സിമിലർലി മാഗ്നിറ്റ്യൂഡ് ഓഫ് എച്ച് നമ്മൾ ചെക്ക് ചെയ്യുമ്പം മാഗ്നിറ്റ്യൂഡ് ഓഫ് എച്ച് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ 800 ഡിവൈഡഡ് ബൈ മ്യൂ നോട്ട് കെ. അപ്പം ന്യൂമറേറ്റർ സൈഡിൽ മ്യൂ നോട്ട് കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 120 പൈ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ നോട്ട് കെ, റൈറ്റ്, മ്യൂ നോട്ട് കെ ഈക്വൽ ടു 120 പൈ ഇൻറ്റു 800 by 200, that is 8 by 2. So 8 by 2 is 4. 4 into 120, that is 480 pi. So അതിൽ നിന്ന് k equal to 480 pi by mu naught. So that turns out to be k equal to 1.2 into 10 raised to 9 radians per second. സോ ഈ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് ബീറ്റ ആണ്, അതുകൊണ്ടാണ് റേഡിയൻസ് പെർ സെക്കൻഡ് യൂണിറ്റ് വന്നത്. ഇത് ഒമേഗ കമ്പോണൻ്റ് ആണ്. സിമിലർലി ഇത് ഫേസിൻ്റെ കമ്പോണൻറ്റ് ബീറ്റ ആണ്. സോ അതുകൊണ്ടാണ് k ഈക്വൽ ടു 1.2 ഇൻറ്റു 10⁻⁹ റേഡിയൻസ് പെർ സെക്കൻഡ് ആയിട്ട് ഞാൻ നോട്ട് ചെയ്തത്. നെക്സ്റ്റ് ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് എച്ച് ആണ്. എച്ചിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. സോ എച്ച് ഈക്വൽ ടു നിയർ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ആവശ്യമുള്ളൂ. 800 ഡിവൈഡഡ് ബൈ മ്യൂ നോട്ട് k നമുക്കിപ്പോൾ ഒബ്റ്റെയിൻ ചെയ്തു. 1.2 ഇൻറ്റു 10⁻⁹ റേഡിയൻസ് പെർ സെക്കൻഡ് e raised to 4x മൈനസ് അഗെയിൻ k ഈക്വൽ ടു 1.2 ഇൻറ്റു 10⁻⁹ t, റൈറ്റ്. സോ ദാറ്റ് ടേൺസ് ഔട്ട് ടു ബി, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0.53 e raised to 4x മൈനസ് 1.2 ഇൻറ്റു 10⁻⁹ t ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. അത് കറസ്പോണ്ടിങ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് AZ ആയിരിക്കും. AZ ആംപിയർ പെർ മീറ്റർ ആണ് യൂണിറ്റ്. സോ ഇതാണ് എൻ്റെ ഫൈനൽ ആൻസർ. സോ ഇലക്ട്രോമാഗ്നറ്റിക്സിൻ്റെ മറ്റൊരു ട്യൂട്ടോറിയലായിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ താങ്ക് യു.